അപ്പൊ ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. അങ്ങനെ അത് രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ സൗണ്ടും കേട്ട് എണീക്കേണ്ടി വന്നേ. എണീറ്റ് ഫ്രഷ് ആയ ഒരു ചായയും കുടിച്ച് അടുത്ത് തന്നെയുള്ള ഒരു പുളിമരത്തിന്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് പുളിയും പറക്കി നമ്മൾ നേരെ പോയത് വീടിനടുത്ത് തന്നെയുള്ള ഒരു കനലിലേക്ക് വരുന്നേ. അങ്ങനെ കനാലിലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴാണ് അവിടെ വേറൊരു സംഭവം കാണുന്നത്. കനാലിന്റെ ഷട്ടറിൽ ഒരു പെരുമ്പാമ്പ് വെള്ളത്തിൽ കൂടെ എവിടുന്നോ ഒഴുകിയെത്തിയതാവാം. അതിനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്തുള്ള പറമ്പിലേക്ക് ഇറങ്ങി. അവിടെ നിന്നിരുന്ന മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ട് നല്ല വെയിലായിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാവിന്റെ ചോട്ടിലോട്ട് പോയി മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് അത് ഉപ്പും കൂട്ടി കഴിച്ച് സെറ്റ്. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകണേ. ആവണീശ്വരമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ അവിടെ ഇറങ്ങി ചായ കുടിച്ച് നമ്മൾ നേരെ പോയത് കിളിമാനൂർ പാലസിലേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങി എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയേ. മുമ്പ് വന്നപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ശ്രീ രാജ രവിവർമ്മയുടെ ജന്മസ്ഥലം എന്ന പേരിലാണ് കിളിമാനൂർ കൊട്ടാരം അധികം അറിയപ്പെടുന്നത്. ശരിക്കും കൊട്ടാരത്തിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതുപോലെ കൊട്ടാരത്തിനുള്ളിൽ നാടകശാലയും പിന്നെ രാജ രവിവർമ്മ വരച്ച കുറച്ച് പെയിന്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വരച്ച പെയിന്റിങ്സും പിന്നെ അടുത്തുള്ള ഒരു കുളവും കണ്ട് കിളിമാനൂർ പാലസിനോടൊക്കെ ഇവിടെ വന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. ഓടി ട്രിവാൻഡ്രത്തിൽ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് എമ്പുരാൻ കാണാനായിരുന്നു. ശരിക്കും ആൾക്കാർ എമ്പുരാന്റെ പോസിറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്, നെഗറ്റീവ് റിവ്യൂ പറയുന്നു. അങ്ങനെ എമ്പുരാനൊക്കെ കണ്ടു കഴിഞ്ഞൊരു ചായ കുടിച്ച് നേരെ റൂമിലേക്ക്. അപ്പൊ പുതിയൊരു വീഡിയോ കാണാം. ബൈ ഫോർ നൗ.